എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് പാലക് ചീരയും പരിപ്പും ഉപയോഗിച്ചൊരു ചീരക്കറി ഉണ്ടാക്കാൻ പോവുകയാണ്. പാലക് ചീര കൊണ്ട് ഞാൻ പാലക് ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചിരുന്നില്ലേ? അപ്പോൾ ഇന്ന് ഞാൻ പരിപ്പ് ചേർത്താണ് ഇത് ഉണ്ടാക്കുന്നത്. എനിക്കിവിടെ ഒരു കെട്ടായിട്ടാണ് ചീര കിട്ടുന്നത്. അത് ഏകദേശം 1/2 കിലോ ഉണ്ടാകും. അത് വേരൊക്കെ മാറ്റി ക്ലീൻ ചെയ്തെടുക്കുമ്പോഴേക്കും 300 ഗ്രാമേ ഉണ്ടാകുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഗ്രാം കണക്കിനാണോ ചീര കിട്ടുന്നത് അല്ല കെട്ടായിട്ടാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾ അങ്ങനെ വാങ്ങിച്ച് ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതിന് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. സാമ്പാർ പരിപ്പ് 125 ഗ്രാം, പാലക് ചീര 300 ഗ്രാം, സവാള 1 വലുത്, വെളുത്തുള്ളി 1 പിടി, തക്കാളി 3, പുളി ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിന്, എണ്ണ 5 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരൽപ്പം, പച്ചമുളക് 6, കടുക് 1/2 ടീസ്പൂൺ, ഉലുവ 1/4 ടീസ്പൂൺ, ജീരകം 1/4 ടീസ്പൂൺ, ഉണക്കമുളക് ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം ആവശ്യത്തിന്. ഞാൻ പരിപ്പ് ഇവിടെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി, സവാള, തക്കാളി, അല്പം മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ എണ്ണ ഇത്രയും ചേർത്തതിന് ശേഷം ഇത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് അടച്ച് വേകാൻ വെക്കണം. ആവി വന്നതും വെയിറ്റ് ഇട്ട് കൊടുക്കണം. ആദ്യത്തെ 1 വിസിൽ വന്നതിന് ശേഷം തീ കുറച്ചിട്ടിട്ട് 10 മിനിറ്റ് സമയത്തേക്ക് ഇത് നമുക്ക് വേവിച്ചെടുക്കണം. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ചീര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 നുള്ളു സോഡാപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. സോഡാപ്പൊടി ഇട്ട് കൊടുത്താൽ കറി എത്ര തിളച്ചാലും ചീരയുടെ കളർ നഷ്ടപ്പെടുകയല്ല കേട്ടോ. നിങ്ങൾക്ക് എരിവ് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് പച്ചമുളക് ചേർക്കണേ. ഞാനിവിടെ പുളി കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുകയാണ്. ഇതപ്പോൾ പിഴിഞ്ഞെടുക്കാൻ എളുപ്പമുണ്ടാവും. അപ്പോൾ നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട്. കുക്കറിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതുപോലെയുള്ള മത്ത് പരിപ്പ് ഉടയ്ക്കാനായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് ഈ പരിപ്പ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഒരു തവി വെച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഉടച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് ചീര വേവിച്ചത് കൂടി ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരിപ്പ് ഉടച്ചതിലേക്ക് കുഴച്ച് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഈ പുളി കൂടി പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെച്ചിട്ട് ഇതിലേക്ക് കടുകും കറിവേപ്പിലേക്ക് ഒന്ന് വറുത്തിടാം. ഞാനിവിടെ ഒരു ചീനിച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി ചൂടായതും നമുക്കതിലേക്ക് 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതും കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം ഇപ്പോൾ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും 1/4 ടീസ്പൂൺ ജീരകവും ഇട്ട് കൊടുക്കാം. ജീരകം മൂത്തതും ഇപ്പോൾ ആവശ്യത്തിന് കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളെല്ലാവരും ഈ കറി ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.